സഹോദരരെ, സല്യൂട്ട്. സസ്നേഹം ശ്രീലേഖ എന്ന എൻ്റെ ഈ ചാനലിലെ ഒരു വീഡിയോയിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഒരാൾ ഉന്നയിക്കുകയുണ്ടായി. ഒരു IPS ഓഫീസറായ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്ത് ജോലി ചെയ്തത്? അത് ശരിയാണോ? നിങ്ങൾക്ക് കിട്ടുന്ന പരിശീലനം അല്ലെങ്കിൽ നിങ്ങളെ നിയമിക്കുന്നത് പോലീസ് ജോലി ചെയ്യാനല്ലേ എന്ന്. IPS ഓഫീസേഴ്സിനെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരഞ്ഞെടുത്ത് നാഷണൽ പോലീസ് അക്കാഡമിയിൽ പരിശീലനം നൽകുന്നത് പോലീസ് ജോലി ചെയ്യാൻ വേണ്ടി തന്നെയാണ്. നാടിന്റെ ക്രമസമാധാന പരിപാലനം, നിയമനിർവഹണം, കുറ്റകൃത്യങ്ങൾ തടയുക, അഥവാ നടന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണുക, നിയമവ്യവസ്ഥയുമായി സഹകരിക്കുക, ജനങ്ങൾക്കും സർക്കാരിനും ഏറ്റവും കൂടുതൽ നീതി നിർവഹണം നൽകുന്ന സേവനം ചെയ്യുക. ഇതൊക്കെയാണ് പ്രാഥമികമായിട്ട് ഒരു പോലീസ് ഓഫീസറുടെ കർത്തവ്യം. പോലീസ് വകുപ്പിന് ഒരു നേതൃത്വം നൽകിക്കൊണ്ട് പോലീസ് ഓഫീസേഴ്സിനെ നല്ല രീതിയിൽ നയിക്കുക, അവരെ കൊണ്ട് നല്ല പ്രവൃത്തി ചെയ്യിക്കുക, ഒരു നല്ല ഉദാഹരണം ആവുക. ഇതാണ് IPS ഓഫീസേഴ്സ് ചെയ്യേണ്ടത്. ഏറ്റവും താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ഡ്യൂട്ടി വരെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശീലനമാണ് കൊടുക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഭരണപരമായ ഒരു പരിശീലനം കൂടെ കൊടുക്കും. ആദ്യത്തെ ട്രെയിനിങ് തന്നെ നടക്കുന്നത് നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മസൂറി എന്ന് പറയുന്ന സ്ഥലത്താണ്. 4 മാസത്തെ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെ ആകാൻ സാധിക്കും, മാനേജ്മെന്റ് പ്രിൻസിപ്പൽസ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് കൂടുതലായിട്ടും അവിടെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം IPS ട്രെയിനിങ് നൽകുമ്പോഴും ഇടയ്ക്കിടെ ഓരോ ക്ലാസ്സുകളും മോഡ്യൂൾസും ഒക്കെ നടത്താറുണ്ട്. വിവിധ വകുപ്പുകളിൽ പ്രവൃത്തിയെടുക്കുമ്പോൾ, അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിൽ അടക്കം പ്രവൃത്തിയെടുക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള നേതൃത്വം നൽകാം, എങ്ങനെയൊക്കെ ഫൈനാൻസ് കൈകാര്യം ചെയ്യാം, അതൊക്കെ പഠിപ്പിക്കും. IPSന്റെ ജോലി എന്ന് പറയുന്നത് സാധാരണ പോലീസ് ഓഫീസേഴ്സിന്റെ ജോലി പോലെ അല്ല. അതിന്റെ മേളിലുള്ള ഒരു നേതൃത്വം നൽകുക എന്നതും കൂടെയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് തന്നെ വിവിധ വകുപ്പുകളുണ്ടല്ലോ. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ആയിട്ടുള്ള AIG, DIG അഡ്മിനിസ്ട്രേഷൻ, IG അഡ്മിനിസ്ട്രേഷൻ, IG ഹെഡ്ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയുന്ന ചില തസ്തികകളുണ്ട്. അവിടെയൊക്കെ ഇരിക്കുമ്പോൾ വേറൊരു തരത്തിലുള്ള ഒരു സേവനമാണ് പൊതുജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത്. പോലീസിന്റെ നിയമപരിപാലനമോ അല്ലെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷനോ മാത്രമല്ല, അതിൽ കവിഞ്ഞ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനും കൂടെ വഹിക്കേണ്ടി വരുന്നു. അഴിമതി നിരോധന വകുപ്പുണ്ട്. ഇന്റലിജൻസിൽ ഇരിക്കുമ്പോൾ വിവര ശേഖരണം എന്ന് പറയുന്ന നടക്കുന്നുണ്ട്. SCRBയിൽ ഇരിക്കുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് അതിന്റെ പരിപാലനം, അത് പഠിക്കുക, റിസർച്ച് നടത്തുക. ട്രെയിനിങ്ങിന്റെ തലപ്പത്തിരിക്കുമ്പോൾ പരിശീലനം കൃത്യമായിട്ട് നടത്തുക എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള ജോലിയാണ് ചെയ്യേണ്ടത്. സെൻട്രൽ ഗവൺമെന്റ് ഓഫീസേഴ്സിനും ഇതുപോലെ ഭരണപരമായിട്ടുള്ള കഴിവ് വളരെയധികം വേണം. അതിനവർ ഊന്നിയാണ് സെൻട്രൽ ഗവൺമെന്റ് ഡെപ്യൂട്ടേഷൻ എടുക്കുമ്പോൾ തന്നെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത്. പിന്നെ CBIയിൽ എടുത്തു കഴിഞ്ഞപ്പോൾ CBI അക്കാഡമിയിലുള്ള ട്രെയിനിങ്ങിൽ പോലും CBI വർക്കിനേക്കാൾ കവിഞ്ഞ് ഭരണപരമായിട്ടുള്ള കാര്യങ്ങളും മാനേജ്മെന്റ് കാര്യങ്ങളും ഒക്കെ ഉൾപ്പെട്ട ഒരു കോഴ്സായിരുന്നു നമുക്ക് നൽകിയിരുന്നത്. ഈ IBയിലേക്ക്, R&AWയിലേക്ക്, പാരാമിലിറ്ററി ഫോഴ്സസിലേക്ക് ഒക്കെ ആൾക്കാരെ ഡെപ്യൂട്ടേഷൻ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫോറിൻ സ്ഥലങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും, ഫോറിൻ ഓർഗനൈസേഷൻസ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്, യുണൈറ്റഡ് നേഷൻസിന്റെ വിവിധ ഓഫീസുകളിലേക്ക്, ഇന്റർപോളിന്റെ ഓഫീസുകളിലേക്ക്, അങ്ങനെ പലയിടത്തേക്കും IPS ഓഫീസേഴ്സിനെ നിയമിക്കുന്നുണ്ട്. IPS ഓഫീസേഴ്സ് ആണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് ഫോറിൻ സർവീസ് ഓഫീസേഴ്സിന്റെ ജോലി ചെയ്യേണ്ടി വരുന്നു. ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസേഴ്സിന്റെ ജോലി ചെയ്യേണ്ടി വരുന്നു. വിവിധ മിനിസ്ട്രികളിൽ സെക്രട്ടറിമാരായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. MHAയുടെ തന്നെ പല തരത്തിലുള്ള ബ്രാഞ്ചസ് ഉണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ IPS ഓഫീസേഴ്സിനെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവിടെ ഒന്നും പ്രാഥമിക പോലീസ് ജോലി അല്ല ചെയ്യുന്നത്. IPSന്റെ കാഡർ മാനേജ്മെന്റ് റൂളുണ്ട്, ചട്ടമുണ്ട്. അത് 1954 ഇറങ്ങിയതാണ്. അതിന്റെ വകുപ്പ് 6 പ്രകാരം വിവിധ വകുപ്പുകളിലേക്ക് IPS ഓഫീസേഴ്സിനെ ഡെപ്യൂട്ടേഷനിൽ നിയമിക്കാൻ പറ്റും. പക്ഷെ അവരുടെ കൺസെന്റ് വാങ്ങിയിരിക്കണം എന്നുള്ളൊരു ചട്ടം പറയുന്നുണ്ട്. കേരളത്തിൽ ഇതിനു മുമ്പ് പലപ്പോഴും ചില IPS ഓഫീസേഴ്സിനെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അപ്രസക്തമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ചിലപ്പോൾ അവർക്കെതിരെ ഒരു എൻക്വയറി നടക്കുന്നുണ്ടാകും, ചിലപ്പോൾ ചില കേസ് ഉണ്ടാവും. അങ്ങനെ ആ പോലീസ് വകുപ്പിൽ നിന്ന് മാറ്റി നിർത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ കുറച്ചുകൂടെ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ IAS ഓഫീസേഴ്സ് ഇരുന്ന മേന്മ തെളിയിച്ചിട്ടുള്ള പല സ്ഥലത്തേക്കും IPS ഓഫീസേഴ്സിനും അതുപോലെ മേന്മ തെളിയിക്കാൻ സാധിക്കും എന്ന് ഒരു ഉദാഹരണം പോലെ പല IPS ഓഫീസേഴ്സും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ചെന്ന ശേഷം അത് മെച്ചപ്പെടുത്തിയെടുക്കുകയും ലാഭത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ചരിത്രവും കേരളത്തിനുണ്ട്. പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒരു IPS ഓഫീസറെ പോസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിനകത്ത്
പ്രാഥമികമായിട്ട് തെറ്റൊന്നുമില്ല, അത് ചെയ്യാറുള്ളത് തന്നെയാണ്. അവർക്ക് മാനേജ്മെന്റ് ബിരുദം വേണമെന്നും നിർബന്ധമില്ല. വെറും ഗ്രാജുവേഷൻ ആയിട്ട് IPS കയറി വരുന്നവർക്കാണെങ്കിൽ പോലും പൊതുമേഖലാ സ്ഥാപനത്തിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ അവിടെ നിന്ന് ജോലി ചെയ്യുകയും നല്ല നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യാറുണ്ട്. ഒരു IPS ഉദ്യോഗസ്ഥൻ പോലീസ് വകുപ്പിൽ മാത്രം ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അവരുടെ വീക്ഷണത്തിന് കുറച്ചധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമെന്ന്. വളരെയധികം ചുരുങ്ങിയ ഒരു വീക്ഷണവും മനോഭാവവും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. മറ്റ് വകുപ്പുകളെ കുറിച്ച് അറിയുന്നില്ല, പുറത്ത് എന്താണ് അവരെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് അറിയുന്നില്ല, പൊതുജനത്തിന് പോലീസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് കേൾക്കുന്നില്ല. നീതി നിർവഹണം, നിയമനിർവഹണം, കുറ്റകൃത്യങ്ങൾ അതിൽ മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങിപ്പോവും. നിയമങ്ങളുമായിട്ട് മാത്രം ചെയ്യുമ്പോൾ വളരെയധികം നെഗറ്റീവ് എനർജി രൂപാന്തരപ്പെട്ട് വരും. അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് അങ്ങനെ ഒരു ഇരുണ്ട ഒരു എനർജി ഉണ്ട് എന്ന് തോന്നാറുണ്ട്. പോലീസ് സ്റ്റേഷൻസോ അല്ലെങ്കിൽ പോലീസ് വകുപ്പിലെ ചില ഓഫീസുകളോ ഒന്നും ഒരു പോസിറ്റിവിറ്റി ഉള്ളതല്ല. മനുഷ്യരുടെ ദുഃഖം, സങ്കടം, അവരുടെ വേദനകളും വിഷമങ്ങളും, ചോര, കണ്ണുനീര്, അതുപോലെ വളരെയധികം ജീവന് ഹാനി വരുന്ന കാര്യങ്ങൾ, ക്രൂരത, ഇതൊക്കെയായിട്ട് ദിവസവും നമ്മൾ ഇടപഴകുന്നു. അത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പോലീസ് ഓഫീസേഴ്സിന്റെ ദൈനംദിന ജോലി എന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവാണ്. വ്യത്യാസമുള്ള ജോലികൾ ചെയ്ത് കഴിയുമ്പോൾ ചിന്ത തന്നെ കുറച്ചും കൂടെ വ്യത്യാസമാകും, കാഴ്ചപ്പാട് കുറച്ചും കൂടെ വിസ്തീർണമാകും, കുറച്ചുകൂടെ വിശാല മനസ്കത നമുക്ക് കൈവരും. എന്റെ കാര്യത്തിൽ അങ്ങനെ പല വകുപ്പുകളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഡെപ്യൂട്ടേഷന് പോയിട്ടുണ്ട്. പിന്നെ വല്ലാതെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ പുറത്ത് ഡെപ്യൂട്ടേഷനിലെ എക്സ് കാഡർ തസ്തികകൾ വഹിച്ചിട്ടുണ്ട്. റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനിലേക്ക് ഞാൻ പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാണ് എന്ന് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ വിവരിച്ചത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഞാൻ ചെല്ലുന്നത് തികച്ചും യാദൃച്ഛികമായിട്ടായിരുന്നു എന്നുള്ളതും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അവിടെ വെച്ചിട്ട് ചെയ്ത ചില കാര്യങ്ങൾ എനിക്ക് വളരെയധികം മാനസികമായ സംതൃപ്തി ഉണ്ടാക്കിയെങ്കിലും മറ്റു വശത്തുകൂടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കഥയും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളുമായി പങ്കുവെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ടോൾ പിരിവ് എന്ന് പറയുന്നത് പല കാര്യങ്ങളിൽ നിക്ഷിപ്തമായിട്ടിരിക്കുന്നതാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നമ്മൾ പാലം കെട്ടിക്കഴിയുമ്പോൾ പാലം പൂർത്തിയായ ശേഷം ടോൾ പിരിക്കാതെ ആ ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ സാധിക്കില്ല. സർക്കാരിൽ നിന്ന് യാതൊരു ധനസഹായവും കിട്ടാത്ത സാഹചര്യത്തിൽ ആ ബാങ്ക് ലോൺ തിരിച്ചടച്ചാൽ മാത്രമേ മറ്റു പാലങ്ങളുടെ പണി നടത്താൻ സാധിക്കുകയുള്ളൂ, വീണ്ടും ലോൺ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ടോൾ പിരിവ് അനിവാര്യമായിരുന്നു. 9-10 പാലങ്ങൾ പണിത് കഴിഞ്ഞപ്പോഴും പഴയ 5 പാലങ്ങളുടെയും ഒക്കെ ടോൾ പിരിവ് പുനരാരംഭിക്കുകയും നടത്തുകയും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ച ഒരു കാര്യമായിരുന്നു. രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരിക്കലും ടോൾ പിരിവ് ഇഷ്ടമില്ല. അവർ ജനങ്ങളോടൊപ്പം നിൽക്കുകയും ജനങ്ങൾക്ക് ടോൾ പിരിവ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനപ്രതിനിധികൾ ഉണ്ടാവുമല്ലോ ആ സ്ഥലത്തെ, അവര് വന്ന് പറയും, മന്ത്രിമാരോടൊക്കെ പറയും, മുഖ്യമന്ത്രിയോട് പറയും, അയ്യോ ഇവിടെ പാലം കെട്ടി നല്ല കാര്യം തന്നെ, പക്ഷെ ടോള് പിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിമാര് നമ്മളോട് പറയും ടോള് പിരിക്കണ്ട. RBDCKയില് ഉണ്ടായിരുന്ന MDമാര് നേരത്തെ ഇതുപോലെ മന്ത്രിമാര് പറഞ്ഞത് കേട്ടിട്ടാണ് ടോള് പിരിക്കാതിരുന്നതും കടബാധ്യത വന്ന ബാങ്കിന്റെ ലോണുകളൊന്നും തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ കോർപ്പറേഷൻ കരിമ്പട്ടികയിൽ പെട്ട ഒരു ജോലിയും ഇല്ലാതെ കടന്നുപോയത്. പക്ഷെ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടെങ്കിലും ടോൾ പിരിവ് അത്യാവശ്യമായിരുന്നു. ഇരിമ്പനത്തിൽ നിന്നുള്ള ഒരു ഒറ്റപ്പാലത്തിലെ ടോൾ പിരിവ് അതിപ്പോ ഇല്ല, അതിന്റെ തിരിച്ചടവ് മുഴുവൻ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ടോൾ പിരിവ് നിർത്തി. പക്ഷെ ആ സമയത്ത് ടോൾ നല്ലപോലെ പിരിച്ചത് കൊണ്ട് മാത്രമാണ് ലോൺ അടച്ചു തീർക്കാൻ പറ്റിയത്. അപ്പൊ അതുപോലെ തീർന്നിരുന്ന 4-5 പാലങ്ങളുടെ ടോൾ പിരിക്കാനായിട്ട് കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങിക്കേണ്ടി വന്നു, സ്റ്റേ വെക്കേറ്റ് ചെയ്യിക്കേണ്ടി വന്നു, ഗവൺമെന്റിൽ നിന്ന് ഓർഡർ വാങ്ങേണ്ടി വന്നു. അതുപോലെ പോലീസിന്റെ വലിയ സപ്പോർട്ടും വേണ്ടി വന്നു. കാരണം എവിടെയൊക്കെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമോ അവിടെയൊക്കെ പോലീസ് ഇടപെട്ട് കേസെടുക്കുകയും പ്രക്ഷോഭികളെ പിന്തിരിപ്പിക്കുകയും വേണമല്ലോ. ഒരു IPS ഓഫീസർക്ക് ആയതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റിയത്. ഒരു IAS ഓഫീസർ ഇരുന്നു കൊണ്ടാണ് ഈ ടോൾ പിരിവ് ഇതുപോലെ പ്രക്ഷോഭങ്ങൾക്കെതിരെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോലീസുകാരൊന്നും കേസെടുക്കുകയോ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കൊണ്ട് നല്ല സപ്പോർട്ട് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ഓഫീസേഴ്സിൽ നിന്നും ലഭിക്കുകയും പ്രക്ഷോഭം ഉണ്ടായ സ്ഥലത്തെല്ലാം അത് മാറ്റി നമുക്ക് ടോൾ പിരിവ് നടത്താൻ സാധിക്കുകയും ബാങ്കിലുള്ള തിരിച്ചടവ് മുടങ്ങാതെ നടത്താൻ സാധിക്കുകയൊക്കെ ചെയ്തിരുന്നു. മുഴപ്പിലങ്ങാട് പാലത്തിന്റെ പണി കഴിഞ്ഞപ്പോൾ ടോൾ പിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോൾ ബൂത്തുകൾ കെട്ടുമല്ലോ. അപ്പൊ ടോൾ ബൂത്ത് പണി തുടങ്ങിയപ്പോൾ തന്നെ നാട്ടുകാർ ബഹളം ഉണ്ടായിക്കൊണ്ട് വരികയും അവിടെയുള്ള MLAയും പിന്നെ ബാക്കി ആൾക്കാരും എല്ലാവരും വിളിച്ച് പറയുകയും ചെയ്തു, ഈ ടോൾ പിരിവ് പറ്റില്ല, ഇവിടെ ഞങ്ങൾക്ക് താല്പര്യമില്ല, ടോൾ ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് പോകണം എന്ന്. വലിയ പാലമാണത്.
അപ്പൊ അങ്ങനെ അവർ ബഹളം വെച്ചപ്പോ മന്ത്രി എന്നെ വിളിച്ച് പറഞ്ഞു ടോൾ പിരിവ് വേണ്ട, നമുക്ക് ഈ പാലത്തിൽ നിന്ന് ഒഴിവാക്കാം, അത് നിർബന്ധമായിട്ട് തന്നെ ചെയ്യണം, അത് ശ്രീലേഖ, ഇത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പോയി മുഖ്യമന്ത്രിയെ കണ്ടു, അദ്ദേഹത്തെ ധരിപ്പിച്ചു, മന്ത്രിയെ കണ്ടു, അദ്ദേഹത്തോടും പറഞ്ഞു ഇത് ടോൾ പിരിവില്ലാതെ നടത്തിയാൽ പഴയതുപോലെ ആയിപ്പോവും, എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് യാതൊരു ഫലവും ഇല്ലാതാവും സാർ, ഇനി ഒരു പാലവും പണി നടക്കില്ല, അതുകൊണ്ട് ഇതിന് തീർച്ചയായിട്ടും ടോൾ പിരിച്ചേ പറ്റുള്ളൂ. അത് ഇത്രയും വർഷം കൊണ്ട് നമുക്കൊരു 7-8 വർഷത്തെ ടോൾ പിരിവിന് ശേഷം അതങ്ങ് ഇല്ലാതാവുമല്ലോ. അപ്പൊ അതുവരെ ജനങ്ങളുടെ അടുത്ത് നമുക്ക് പിരിച്ചെടുക്കാതെ നിർവാഹമില്ല, അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ പാലം കെട്ടിയത്. അപ്പൊ റെയിൽവേ ക്രോസിന് മുന്നിൽ കാത്തുകെട്ടി കിടക്കാതെ ജനങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മേൽപ്പാലത്തിലൂടെ പോകാമല്ലോ. പല പ്രാവശ്യം പറഞ്ഞ് അവസാനം സമ്മതിച്ചു, മനസ്സോടെ സമ്മതിച്ചു. വലിയ പൊതുജന പ്രക്ഷോഭം ഉണ്ടായി. പോലീസ് അന്ന് കുറച്ചൊന്ന് മടിച്ചു നിന്നു. ഭരണകക്ഷികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രക്ഷോഭം ആ സമയത്ത് ഉണ്ടായിരുന്നു. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സാറായിരുന്നു. അദ്ദേഹവുമായിട്ട് എനിക്ക് വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. 2006 മന്ത്രിസഭ വന്നപ്പോ കോടിയേരി ബാലകൃഷ്ണൻ സാറായിരുന്നു ആഭ്യന്തരമന്ത്രി. സാധാരണ IPS ഓഫീസേഴ്സ് ഒക്കെ പോയി അപ്പൊ തന്നെ പോയി കാണുകയും കോൾ ഓൺ ചെയ്യുക എന്നൊരു രീതിയുണ്ട്, കാണുകയും വിഷ് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഞാനത് ചെയ്തില്ല. എനിക്കെന്തോ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കുള്ള അറിവ് വളരെ കുറവാണ്, ഒരു പ്രയാസവുമാണ്, എന്തോ പുറകോട്ട് വലിക്കും. ആവശ്യമില്ലാതെ പോയി മന്ത്രിമാരെ കാണുക എന്ന് പറയുന്നത് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പോവാറില്ല. കോടിയേരി സാറ് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഒരു പരിപാടിക്ക് വന്നപ്പോ ഞാൻ അവിടെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുകയായിരുന്നു. ഉച്ചയോടെടുത്ത സമയമാണ്, ഒരു ലഞ്ച് ബ്രേക്കിന്റെ ടൈമാണ്. അപ്പൊ അദ്ദേഹം അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പോലീസ് ഓഫീസറോട് ചോദിച്ചു, ഞാൻ കണ്ടില്ല ഇതുവരെ, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കോൾ ഓൺ ചെയ്യാൻ പറ്റുമോ, ഗസ്റ്റ് ഹൗസിന്റെ അദ്ദേഹം ഫ്രീ ആണെങ്കിൽ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പം ആ ഓഫീസർ പോയി ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അദ്ദേഹം ഊണിന് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, മാഡം വേണമെങ്കിൽ പോയി കണ്ടോളൂ, അദ്ദേഹം പൊക്കോളാൻ പറഞ്ഞു. വളരെ സൗഹാർദ്ദപരമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. നേരത്തെ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, പക്ഷെ എന്നാലും വളരെ നല്ല രീതിയിലായിരുന്നു സംസാരിച്ചത്. കുറെ സംസാരിച്ച ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ വർഷമായിട്ട് ഒരുപാട് കസ്റ്റഡി മരണങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്, അപ്പൊ അതിനെതിരെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ പോലീസ് ഓഫീസേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, ആഴ്ചയിൽ 1 വെച്ചൊക്കെ കസ്റ്റഡി മരണങ്ങളൊക്കെ ചില മാസങ്ങളിൽ ഉണ്ടാവാറുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അത് ശരിയായിരുന്നു. ചില വർഷങ്ങളിൽ കസ്റ്റഡി മരണങ്ങൾ അങ്ങ് കുതിച്ച് ചാടും. കേരളത്തിൽ ഒരു വർഷം ഏകദേശം 40ഓളം കസ്റ്റഡി മരണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിൽ കൂടുതലും ചിലപ്പോൾ ആത്മഹത്യയൊക്കെ ആയിരിക്കും. കസ്റ്റോഡിയൽ അവിടെ ജയിലിനകത്ത് പിടിച്ചിടുന്നത് തന്നെ വളരെ മാനസികമായിട്ടുള്ള ഒരു ട്രോമ വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ തൂങ്ങിച്ചാവും അതിനകത്ത്, അല്ലെങ്കിൽ വല്ലതും എടുത്ത് കുടിക്കുവോ അല്ലെങ്കിൽ ബ്ലേഡ് എടുത്ത് കൈ ഇറക്കുവോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും അതിന് പോലീസ് അത് തടയണം. കസ്റ്റഡിയിൽ എത്തുന്ന തന്നെയാണ് പറയുന്നത്. പോലീസ് കസ്റ്റഡിയിൽ ഇരുന്ന് ആരും മരിച്ചാലും ആ മരണത്തിന് ഉത്തരവാദി പോലീസ് തന്നെയാണ്. ചിലരെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാറുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നത്. LDF സർക്കാർ 2006 അധികാരത്തിന് വന്ന ശേഷം 2007 ആയപ്പോഴേക്കും ഒരു വർഷം എനിക്ക് തോന്നുന്നു 50ഓളം കസ്റ്റോഡിയൽ ഡെത്ത് ഉണ്ടായി. വളരെ അധികം കൂടി അങ്ങ്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഇത്രയും കൂടിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അത് കർശനമായിട്ട് നിയന്ത്രിച്ചേ പറ്റുള്ളൂ, വളരെ ഷാർപ്പായിട്ട് സാറ് പറയണം, എല്ലാ ഓഫീസേഴ്സിനെയും വിളിച്ചു വരുത്തി പറയണം. SHOമാരെ സസ്പെൻഡ് ചെയ്യാറുണ്ടാവും, അതിന് ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനെ ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യും. പക്ഷെ അവർക്കെതിരെ എന്ത് നടപടിയാണ് പിന്നീട് എടുക്കുക എന്നുള്ളത് നമുക്ക് അറിയില്ല. തടയുക എന്നുള്ളതാണ് ഇപ്പൊ പ്രധാനം. അത് ശിക്ഷിക്കുക എന്നുള്ളത് അതൊരു വശത്തിരിക്കട്ടെ. പക്ഷെ ഇനി അത് നടക്കാതിരിക്കാനായിട്ട് സാറ് മീറ്റിംഗ് വിളിച്ച് കൂട്ടി ഓഫീസേഴ്സിനോട് പറയണം, ഇനി SP വരെയുള്ളവർ ഇതിന് ഉത്തരവാദിയായിരിക്കും. SHOമാര് മാത്രമായിരിക്കില്ല സസ്പെൻഷനിലായിരിക്കുന്നത്, അതത് CIമാര്, DSPമാര്, SP-മാരടക്കം സസ്പെൻഷൻ ഉണ്ടാവും. അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട്. അപ്പൊ ഇനി ഒരു കസ്റ്റഡി മരണം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ SP-ക്കാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന് സാറ് കർശനമായിട്ട് പറയണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ SP ഉത്തരവാദിയാവും? SP-യുടെ കീഴിൽ ഒരു 10, 25, 30 പോലീസ് സ്റ്റേഷനില്ലേ, എല്ലായിടത്തും SP-ക്ക് കണ്ണെത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ പറ്റും, തീർച്ചയായിട്ടും. കാരണം SP-യുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇതാണ്, പോലീസ് സ്റ്റേഷനുകൾ മാനേജ് ചെയ്യുക, എല്ലായിടത്തും കണ്ടെത്തുക, എല്ലാ ദിവസവും 3-4 പ്രാവശ്യം എല്ലാ പോലീസ് സ്റ്റേഷനുമായിട്ടും ബന്ധപ്പെടുക, അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കുക, കേസുകളെ പറ്റി അന്വേഷിക്കുക, എത്ര ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്തു, എത്ര പേര് ലോക്കപ്പിലുണ്ട് എന്ന് പരിശോധിക്കുക, ഇതൊക്കെയാണ് SP-യുടെ ജോലി. അപ്പൊ SP-ക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാൽ DGP-ക്ക് ഉത്തരവാദിത്വമില്ല, എനിക്ക് ഉത്തരവാദിത്വമില്ല ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാറിനും ഉണ്ട്, DGP-ക്കും ഉണ്ട്, പക്ഷേ മുകളിലോട്ട് പോകും തോറും അത് കുറഞ്ഞു വരും. പറഞ്ഞ് കൺട്രോൾ ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷെ അത് എല്ലായിടത്തും നമ്മുടെ കണ്ണെപ്പോഴും പോകണം എന്നുണ്ടെങ്കിൽ ക്യാമറ വേണം. ക്യാമറ സർവൈലൻസ് എല്ലാ ലോക്കപ്പിലും ആക്കി കഴിഞ്ഞാൽ അത് മോണിറ്റർ ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റഡി ഡെത്തൊക്കെ അപ്പോഴേ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു, സജഷൻ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ അടുത്ത ഓഫീസേഴ്സ് മീറ്റിംഗിൽ ഞാൻ ഇങ്ങനെ വല്ലതും പറയാം, ക്യാമറ വെക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സാറ്
ഗൗരവത്തിൽ തന്നെ പറയണം സാറ്, ഇപ്പൊ ശിക്ഷിക്കും, നിങ്ങളെ സസ്പെൻഡ് ചെയ്യും എന്ന് പറയുമ്പോൾ സാർ ഇതുപോലെ ചിരിച്ചോണ്ട് പറയരുത് എന്ന് പറഞ്ഞു. സാർ എപ്പോഴും ചിരിയാണല്ലോ. അപ്പൊ അദ്ദേഹം അപ്പോഴും ചിരിച്ചു, ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു ശരി ഞാൻ ഗൗരവത്തിൽ പറയാം. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പത്രത്തിലൂടെ വായിച്ചു ഇതുപോലെ സീനിയർ ഓഫീസേഴ്സിന്റെ ഒരു കോൺഫറൻസ് നടത്തുകയും അദ്ദേഹം ഇതുപോലെ SP അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്യും എന്ന് പറയുകയും ചെയ്തു എന്ന്. അപ്പൊ അതിനുശേഷം എന്തോ ഭാഗ്യം കൊണ്ട് കസ്റ്റഡിയിൽ ടപ്പെന്ന് നിന്നു. പിന്നെ കുറെ നാളത്തേക്ക് കേരള പോലീസില് കസ്റ്റഡിയിലായിട്ടുള്ള മരണങ്ങൾ ഉണ്ടായിട്ടില്ല. അപൂർവമായിട്ട് ഒരു 1-2 പേര് വല്ല അസുഖമൊക്കെ വന്നിട്ട് കുഴഞ്ഞു വീണ് മരിച്ചിട്ടുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു പരിചയം കോടിയേരി ബാലകൃഷ്ണൻ സാറുമായിട്ട് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ മുഴപ്പിലങ്ങാട് പാലത്തിന്റെ പണി കഴിഞ്ഞപ്പോൾ അവിടെ പൊതുജന പ്രക്ഷോഭം ഉണ്ടായപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തു. എന്നിട്ട് പറഞ്ഞു സാർ ഇത് ശ്രീലേഖയാണ്, ഞാൻ ഇവിടെ നല്ല അടി നടക്കുകയാണ്, അവിടെ ടോള് പിരിക്കാതെ നമുക്കൊരു രക്ഷയും ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് പോലീസുകാരോട് കുറച്ചും കൂടെ കർശനമായിട്ട് കുറച്ചുകൂടെ കൂടുതൽ പോലീസുകാരെ എനിക്ക് വേണം. അപ്പൊ അവിടെയുള്ള SP പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രേ ഉള്ളൂ, ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന പോലീസുകൾ, ഇപ്പം ബറ്റാലിയനിൽ നിന്ന് കുറച്ച് പോലീസുകാരെയും കൂടെ കിട്ടിയാൽ കൊള്ളാം ഞാൻ പറഞ്ഞിട്ട് തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സാർ കുറച്ച് പോലീസുകാരെയും കൂടി ഇട്ട് കുറച്ചുകൂടെ കർശനമായ പോലീസ് നടപടി ആവശ്യമുണ്ട് ടോള് പിരിവ് പുനരാരംഭിക്കാൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു വേണോ ടോള് പിരിക്കണോ അവിടെ എന്നൊക്കെ ചോദിച്ചെങ്കിലും ഞാൻ പറഞ്ഞു വേണം, അത്യാവശ്യമാണ്, കമ്പനി അല്ലെങ്കിൽ നശിച്ചു പോകും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് പോലീസുകാരെ എനിക്ക് തന്നു. അപ്പൊ അതിന്റെ വലിയ നന്ദി എപ്പോഴും ഉണ്ട് എനിക്ക്. നന്ദി പാലം വന്നപ്പോഴും പുലമന്തോള് പാലം വന്നപ്പോഴും ഒക്കെ നല്ല പോലീസ് സഹായം എനിക്ക് കിട്ടിയിരുന്നു. ഇതുപോലെ ഒരു പാലം കെട്ടിയപ്പോ മിനിസ്റ്റർ PJ ജോസഫ് സാർ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിനെന്തായാലും ടോൾ പിരിക്കാൻ ഞാൻ സമ്മതിക്കൂല, കാരണം ഇത് എനിക്ക് പേഴ്സണലായിട്ട് താല്പര്യമുള്ളതാണ്, ടോള് പിരിക്കാതെ ഞാനും എൻ്റെ പാർട്ടിക്കാരും അതിന്റെ പുറത്തൂടെ പോവും. ഞാൻ പറഞ്ഞു സാർ അത് പ്രയാസമായിരിക്കും, ഞാനത് സമ്മതിക്കൂല. കുറച്ച് പാലം ഉദ്ഘാടനം നടക്കാനായിട്ട് കുറച്ച് വൈകി, കാരണം മുഖ്യമന്ത്രിയുടെ ഒരു ഡേറ്റ് കിട്ടണം. പാലം പണി കഴിഞ്ഞാൽ തുറക്കുകയും ചെയ്യേണ്ട അവസ്ഥ വന്നു. ഞാൻ പറഞ്ഞത് ഒരിക്കലും തുറന്നു കൊടുക്കരുത്, നമുക്ക് അതിന്റെ 2 ഭാഗത്തും മതിൽ കെട്ടി അടയ്ക്കാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ 2 ഭാഗത്തും പാലത്തിന് 2 ഭാഗത്തും മതിൽ കെട്ടി അടച്ചു. മിനിസ്റ്റർ അതുവഴി കൂടെ പല പ്രാവശ്യം പോയപ്പോഴും മതിൽ കെട്ടി അടച്ചിരിക്കുന്ന കണ്ട് എന്നെ ഫോണെ വിളിച്ച് പറഞ്ഞു എന്ത് പണിയാ കാണിച്ചോ, മതിൽ കെട്ടി അടച്ചോ, പാലം പണി തീർന്നാലേ അതിന്റെ പുറത്തോട്ട് പൊക്കൂടെ ഞങ്ങൾക്ക് ചോദിച്ചു. ഞാൻ സാർ നിർവാഹമില്ല, സാറിന്റെ വണ്ടിയാണെങ്കിലും ഞാൻ കയറ്റി വിടൂല. അപ്പൊ അത് അദ്ദേഹത്തിന് കുറച്ച് ദേഷ്യമൊക്കെ ആയി എൻ്റെ അടുത്ത്. പക്ഷെ അതിന്റെ വിരോധം പിന്നീടൊന്നും കാണിച്ചിട്ടില്ല. അപ്പൊ ഇതുപോലെയുള്ള ഓരോ പ്രക്രിയയിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്തിരുന്നത്. റോഡ് പണി, പാലം പണി എന്നൊക്കെ പറയുമ്പോൾ വേറെ ഒരു ജോലിയാണ്, എഞ്ചിനീയർമാർ ചെയ്യേണ്ടതാണ്, സിവിൽ എഞ്ചിനീയർമാരുടെ പണിയാണ്. കൂടാതെ നമ്മളൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇരിക്കുമ്പോൾ പോലീസ് ജോലി പോലെയല്ല ചെയ്യുന്നത്. പലരോടും നമുക്ക് ചിലപ്പോൾ കെഞ്ചേണ്ടി വരും, പലരോടും നമുക്ക് അപേക്ഷിക്കേണ്ടി വരും, ചിലരോട് യാചിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എന്തിനാ നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പോയതെന്നൊക്കെ ചോദിച്ചവരുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ പോലെ അല്ല. ഒരു പൊതുമേഖലാ സ്ഥാപനം മാനേജ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരികയും അങ്ങനെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ വേണ്ടിടത്ത് നമ്മളെ കാല് ബലം പിടിച്ചു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. കൊരട്ടിപ്പാലം പണിയുന്ന സമയത്ത് അന്ന് ലോനപ്പൻ നമ്പാടൻ സാറായിരുന്നു അവിടുത്തെ MLA. ലോക്കൽ അതോറിറ്റീസിന്റെ സഹായം ഒരുപാട് വേണമല്ലോ അവിടെ സ്ഥലമെടുക്കാനും റോഡ് പണിയാനും ഒക്കെ. ഓരോ പ്രാവശ്യം മീറ്റിംഗ് നടത്തുമ്പോഴും അദ്ദേഹം പറയും ഈ പാലത്തിന് എന്തായാലും ടോൾ പിരിക്കാൻ പാടില്ല, മറ്റു പാലങ്ങൾക്ക് എന്ത് ചെയ്താലും ഇതിൽ ഞാൻ സമ്മതിക്കുകയില്ല എന്ന് പറയും. അപ്പം പാലം പണി പൂർത്തിയാകാറാവുന്ന സമയത്ത് അദ്ദേഹം ടോൾ ബൂത്ത് കെട്ടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ടോൾ ബൂത്ത് കെട്ടാൻ പോകണം, എന്തിനാ ടോൾ ബൂത്ത് കെട്ടുന്നത്, കെട്ടണ്ടെന്ന് പറഞ്ഞു. ഞാൻ സാർ കെട്ടും ടോൾ പിരിക്കാതെ പറ്റില്ലല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേണ്ട ഇവിടെ MD ആയിട്ട്, ഞാൻ വേറെ MD വെക്കും, കൊരട്ടിമുത്തി നിങ്ങളെ ശപിക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ വഴക്കൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു സാർ ഇനി ഈ പാലപ്പണി ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്, കുറച്ചും കൂടെ കെട്ടാനുണ്ട് പാലപ്പണി, അത് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഞാനല്ല, വേറെ ആരും ഈ പാലം പണി ഇനി പൂർത്തിയാക്കാൻ പോണില്ല. ആര് കൊരട്ടിമുത്തി ശപിച്ചാലും അല്ലെങ്കിലും പാലം പണിയണം എന്നുണ്ടെങ്കിൽ ടോൾ ഇല്ലാതെ നടക്കില്ല, വേറെ ബാങ്ക് വേറെ ലോൺ തരില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും സാർ, ഈ ഇന്ന് ചെലവായിട്ടുള്ള 84 ലക്ഷമോ 87 ലക്ഷമോ രൂപ ഗവൺമെന്റിന് വാങ്ങിച്ചു തന്നാൽ മതി, അപ്പൊ ഞാൻ ടോൾ ബൂത്ത് കെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അതിനുവേണ്ടി കുറച്ച് ശ്രമിച്ചിട്ട് നടന്നില്ല. പിന്നെ അവസാനം എന്നെ മാറ്റാനും പറ്റിയില്ല, പാലം പണി നടക്കുകയും ചെയ്തു, ടോൾ പിരിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം എന്നെ വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഉടക്ക ചില MLA മാരുമായിട്ട് നടത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ പല MLA മാരും വളരെയധികം സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇരിക്കുമ്പോൾ നമുക്ക് സമയം കിട്ടും, കുടുംബവുമായിട്ടൊക്കെ പല സ്ഥലങ്ങളിൽ പോകാനോ യാത്ര ചെയ്യാനോ കുറച്ചൊന്ന് ആസ്വദിക്കാനോ ഒക്കെ സമയം കിട്ടും. അപ്പോൾ റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ ഇരുന്നപ്പോൾ കുടുംബവുമായിട്ട് ഞാൻ എൻ്റെ അമ്മായി താമസിക്കുന്ന സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അമ്മായിയെ കാണാനായിട്ട് ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ പോയി ഒരാഴ്ച അവിടെയൊക്കെ കറങ്ങി നടന്നിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, നിങ്ങൾ അത് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഇരിക്കുമ്പോഴും അവധി എടുത്തുകൊണ്ട് ഞങ്ങൾ വിയന്നയില് ഓസ്ട്രിയ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. വളരെ അടുത്ത ഒരു കുടുംബ സുഹൃത്ത് ജോർജ് പടിക്കാക്കുടിയും ഭാര്യ പെന്നമ്മ ജോർജും യുണൈറ്റഡ് നേഷൻസിന്റെ ഓഫീസിലായിരുന്നു ജോലി ചെയ്തിരുന്നത്.
അപ്പൊ അവര് വിളിക്കുമായിരുന്നു കുറെ നാളായിട്ട്, ലേഖയും കുടുംബമായിട്ട് ഇങ്ങോട്ട് പോകാൻ വിയന്നയൊക്കെ കാണണ്ടേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അവരുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ അവിടേക്ക് പോയി. വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും ആസ്വദിച്ചതും അവിടെ വിയന്നയിലുള്ള യാത്രയായിരുന്നു. അവിടെ വേറൊരു ഒരുപാട് ഫ്രണ്ട്സിനെ ഞങ്ങൾക്ക് അവിടെ കിട്ടി. പിന്നീട് അവിടെ സ്വിറ്റ്സർലൻഡിൽ പോയി, അവിടെ കുറെ ഫ്രണ്ട്സിനെ കിട്ടി. വിയന്നയിൽ തന്നെ വേറൊരു ട്രേസി എന്ന് പറഞ്ഞൊരു ലേഡി ഓഫീസർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഫോട്ടോ എടുത്തത് ആൽബം ആക്കി തന്നു വിട്ടു. ഇപ്പോഴും വളരെ നല്ല രീതിയിൽ ബന്ധം തുടരുന്നുണ്ട്. അതുപോലെ യാക്കൂബ് ചേട്ടൻ വൈഫ് ജോർജിന്റെ തന്നെ റിലേറ്റീവ്സ് ആണ്. അവർ ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തു തന്നു. സ്വിറ്റ്സർലൻഡിൽ പോയി, പിന്നെ പ്രാഗിൽ പോയി, ചെക്കിൽ പോയി. അപ്പൊ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഒക്കെ അവിടെയുള്ള ഇവരുടെ തന്നെ ആൾക്കാർ, മലയാളികൾ എവിടെയുണ്ടോ അവരൊക്കെ വളരെയധികം സഹായം, അവരൊക്കെ ആതിഥേയത്വം അരുളി അവരുടെ കൂടെ താമസിക്കാൻ പറ്റും. ഞങ്ങൾക്ക് വേറൊരിടത്തും ഹോട്ടലിൽ പോയി താമസിക്കേണ്ടി വന്നിട്ടില്ല. വിയന്നയിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് DGP ഫോൺ വിളിച്ച് പറയുന്നത് ട്രാൻസ്ഫർ ആയി, ക്രൈംബ്രാഞ്ചിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്രയും വേഗം വന്ന് ചാർജ് എടുക്കണം. ഞാൻ പറഞ്ഞാൽ എത്രയും വേഗം വരാൻ പറ്റില്ല, ഞാനിപ്പോൾ അവധിയിലാണ്, ഞാൻ ഓസ്ട്രിയയിലെ വിയന്നയിൽ ഇരിക്കുകയാണ്. തിരിച്ചു വന്ന ഉടനെ ഞാൻ ചാർജ് ഹാൻഡ് ഓവർ ചെയ്തിട്ട് വന്ന് ക്രൈംബ്രാഞ്ചിൽ ചാർജ് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവസാനം തിരിച്ചു വന്നതിന് ശേഷമാണ് RBDCKയിൽ ചുമതല വിട്ടിട്ട് ക്രൈംബ്രാഞ്ചിലേക്ക് പോയത്. സസ്നേഹം, ശ്രീലേഖ.